ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേഡൻ ഫെയറി 4ൻ്റെ 13th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ടിയാനും ബാക്കിയുള്ള എല്ലാവരും തന്നെ നമ്മുടെ കുട്ടിപ്പന്നിയോട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടിപ്പന്നിനെ ചോദിക്കുന്നുണ്ട് ടിയാനോട്, എന്താ ടിയാൻ നിന്നെ എല്ലാവരും ബോസ് ബോസ് എന്നൊക്കെ വിളിക്കുന്നത്, നീ എത്ര വലിയ ആളായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിയാൻ പറയുന്നുണ്ട്, ഈ ഒരു സ്ഥലം ഉണ്ടാക്കിയത് തന്നെ എൻ്റെ അച്ഛനാണ്, അതുകൊണ്ടാണ് ഇവിടെ ഉള്ള എല്ലാവരും തന്നെ എന്നോട് നന്ദിയോടെ സംസാരിക്കുന്നത് എന്നൊക്കെ എന്നെ പറയും കേട്ടോ. അത് നമ്മൾ ടിയാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖമാണോ ചോദിക്കുമ്പോഴത്തേക്കും കുട്ടിപ്പന്നി പറയും, എനിക്ക് സുഖമാണ്, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാനൊരു വലിയൊരാളുടെ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിയാൻ അവിടെയുള്ള ഒരു തലവനോട് പറയുന്നുണ്ട്, ആ ബുക്ക് നമ്മുടെ മാംഗ്ലിക്ക് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് തലവർ പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ ബുക്കും നിങ്ങൾക്ക് തന്നെയാണെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ലിങ്ഷ് പറയുന്നുണ്ട്, ഓക്കെ അത് നമുക്ക് ആ ബുക്ക് പോയി എടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ തലവർ അവിടെയുള്ള ആളോട് പറയുന്നുണ്ട്, അത് പോയി എടുത്ത് കൊടുക്കുന്നത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ അവിടെയുള്ള ഒരാൾ നമ്മുടെ മാംഗ്ലിക്ക് ആ ബുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം മാംഗ്ലി ആ ബുക്ക് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ജേഡേൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ ജേഡ ആരുടെ കഴുത്തിലാണ് ഇട്ടിരിക്കുന്നത്, അവർക്ക് മറ്റെല്ലാ ഒരു പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകും എന്നാണ് കേട്ടോ ആ ജേഡേനെ പറ്റി ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ മാംഗ്ലി ചോദിക്കുന്നുണ്ട്, എപ്പോഴായിരിക്കും ടിയാൻ്റെ അച്ഛൻ എനിക്ക് ഈ ജേഡെ കഴുത്തിലിട്ട് തന്നെയെന്ന് അറിയാവൂ, അതിനെപ്പറ്റി ഈ ഒരു പുസ്തകത്തിലില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ തലവർ എന്നെ പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുന്നേ തലവർ, അതായത് നമ്മുടെ ടിയാനും ടിയാൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഈ ജേഡ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്താണ് ഇനി ഈ ഒരു കെട്ട ശക്തിയും ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരില്ല, അതേപോലെ തന്നെ ടിയാൻ്റെ ആ ഒരു പദവി, ടിയാൻ്റെ അച്ഛൻ്റെ ആ ഒരു പദവി അവന് കൈമാറിയിട്ട് നീ ഇനി ഈ ഊരിലെ തലവരാവണം എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പെയിന്റിങ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആ പെയിന്റിങ്സിൽ നീ ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തലവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിയാൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ആ പെയിന്റിങ്സിലേക്ക് നോക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ മാംഗ്ലിൻ്റെ ചെവിയിൽ എന്താണ് നീ എൻ്റെ അടുത്തേക്ക് വാ, എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഒരു മുഴക്കം കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആയപ്പോഴത്തേക്ക് അവൾക്ക് അത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ ലിൻഷ് ചോദിക്കുന്നുണ്ട്, ഈ പെയിന്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ തലവർ പറയുന്നുണ്ട്, ഇത് 19 വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ്, ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് നമ്മുടെ മാംഗ്ലി അവിടെ നിന്ന് തല കറങ്ങി വീഴുന്നുണ്ട്. അപ്പം നമ്മുടെ മാംഗ്ലിയും കൂടി നമ്മുടെ ടിയാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ പെയിന്റിങ്സിന് ഉള്ളിലുള്ള ഒരു രൂപത്തെയാണ് കേട്ടോ, കാരണം അതിനകത്തുള്ളൊരു രൂപത്തെ കാണിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ടിയാൻ്റെ അച്ഛനോട് പറയുന്ന പോലെയാണ് കാണിക്കുന്നത്, നിങ്ങൾ എന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ടാവുക. അതിനുശേഷം നമ്മുടെ മാംഗ്ലിനെ കാണിക്കുന്നുണ്ട്, മാംഗ്ലിക്ക് ഭയങ്കരമായിട്ട് വയ്യാതായിട്ട് കിടക്കാൻ കേട്ടോ. ആ സമയത്ത് തന്നെ ഉള്ളൊരു സ്വപ്നം കാണുന്നുണ്ട്, അതായത് ഏതൊരു കെട്ടശക്തി എന്താണ് കുറേ ആൾക്കാരോട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിലൊരു കുഞ്ഞിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ആരാണെന്ന് നമ്മുടെ മാംഗ്ലിക്ക് അറിയില്ല. മാംഗ്ലി പെട്ടെന്ന് നെട്ടി എണീക്കാണ്. നമ്മുടെ ടിയാൻ്റെ അച്ഛനാണെന്ന് കരുതിയിട്ട് ടിയാനെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങൾ എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷ അവിടേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ടിയാനും മാംഗ്ലിയും കൂടി എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷയ്ക്ക് എന്തോ പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ടിയാൻ പറയുന്നത്, ഞാൻ ടിയാനാണ്, എന്താ നീ ചെയ്ത സ്വപ്നമെല്ലാം കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അടുത്തേക്ക് വരുന്നുണ്ട്. ലിങ്ഷ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇനി ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണും, പക്ഷെ നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനെന്നാൽ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓക്കുമായിട്ട് സംസാരിച്ചിട്ട് പോവാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മാംഗ്ലി നമ്മുടെ ടിയാനോട് പറയും, നീ അവിടെ കൂടെ പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാംഗ്ലി ടിയാൻ അവിടെ അടുത്തേക്ക് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ അവിടെ വിട്ട് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കായിരിക്കും. ആ സമയത്തിന് നമ്മുടെ ലിങ്ഷ വരുന്നുണ്ട്. ലിങ്ഷിൻ്റെ പോക്കറ്റിൽ ആ 5% എന്ന് പറഞ്ഞാൽ ചെറിയ ആളുണ്ടാവുമല്ലോ, ആള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പം നിന്നെ രക്ഷിക്കാനുള്ളതോ എനിക്ക് അതിനുള്ള പവറൊന്നുമില്ല, ഞാൻ പോയിട്ട് വലിയ ആളൊക്കെ ആയിട്ട് നിന്നെ സംരക്ഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ആ ഒരു 5% എന്ന സംഭവം ഒരു ചെറിയൊരു മുത്ത് കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും തലവർ പറയുന്നുണ്ട്, ഈ ഒരു 5% ഈ ഒരു മുത്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ 10,000 വർഷത്തോളം ആവും. അപ്പോൾ അത് നിനക്ക് സമ്മാനിച്ചെങ്കിൽ അത് നിന്നെ ഒരു കുടുംബത്തിനെ പോലെയാണ് കാണുന്നതെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയുന്നുണ്ട്, നീ എൻ്റെ അച്ഛൻ നിന്നെ രക്ഷിച്ചതിന് വേണ്ടിയിട്ടുള്ള ഉപകാരമാണെന്ന് എനിക്ക് തന്നേന്നറിയാം, ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ 3 ആളും കൂടി ആ സ്ഥലത്തേക്ക് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു സ്ഥലത്തേക്ക് എതിരുണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാന് ഭയങ്കര സന്തോഷമാവും, കാരണം അവൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവനങ്ങനെ അച്ഛനെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമൊക്കെ ആവട്ടോ. എന്നിട്ട് അവരിനകത്തേക്ക് പോകാൻ നേരത്തെ അവിടെയുള്ള 2 ആൾക്കാർ വന്നിട്ട് പറയും, നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി അവിടെ വരുന്നുണ്ട്. പെൺകുട്ടി വന്നിട്ട് ഇവർ 3 ആളകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്നത് കുറേ ഏബിൾസിനെ പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ചോദിക്കുന്നത് സാത്താൻ കോട്ടയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ പെൺകുട്ടീനെ പറയുന്നുണ്ട്, ഇത് സാത്താൻ കോട്ടയെന്നല്ല, ഇവരാണ് എന്താണ് നമ്മുടെ ഈ സ്വർഗത്തെ കാക്കുന്നവരാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ബീസ്റ്റുകാരാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ഈ രണ്ടും ഒന്ന് തന്നെയാണ്, ഇവർ ചെയ്യുന്ന രണ്ടും ഒരേ സംഭവം തന്നെയല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ പെൺകൊച്ച് പിന്നെ ഇവനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. നീ ആരുടെ മകനാന്ന് നിനക്ക് അറിയില്ല, എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, എൻ്റെ അച്ഛനെ പറ്റി പറയരുതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവനെ ഉടക്കാവും
ആവുമ്പോൾ നമ്മുടെ ലിങ്ഷ അവനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് സുയാവിനെയും പിന്നെ ആ ഒരു മാസ്ക് മാനെയാണ് കേട്ടോ. അവരുടെ സുയാവിനെ പറയുന്നുണ്ട് ടിയാൻ അവന്റെ വാളായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, അപ്പൊ അവന്റെ വാള് നമ്മൾ എങ്ങനെയും കരസ്ഥമാക്കണം. അവന്റെ വാളിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് സണ്ട ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെ അത് കരസ്ഥമാക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും അവനിൽ നിന്ന് ആ ഒരു വാള് വാങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാസ്കോനോട് പറയുമ്പോഴത്തേക്കും മാസ്കോൻ പറയും അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അത് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഇവർ 3 ആളും കൂടി അകത്തേക്ക് വരികയാണ്. അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടാവും അവിടെ. അപ്പൊ ഈ ഒരു നല്ല ഭംഗിയുള്ള 2 പെൺകുട്ടികളായിരിക്കുമല്ലോ കാണുന്നുണ്ടാവുക. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കമന്റ് അടിക്കുന്നുണ്ട്. നമ്മുടെ മാംഗ്ലീനും ഓൾറെഡി കമന്റ് അടിച്ചു കഴിഞ്ഞു. അപ്പൊ ലിങ്ഷനൊക്കെ കമന്റ് അടിക്കാൻ പോകുമ്പോഴത്തേക്ക് ലിങ്ഷ പറയുന്നുണ്ട് എന്നെ പറ്റി ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു പെണ്ണോടെ നിന്ന് കടന്നു വരുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സുയാവിന്റെ സീനിയർ ആയിരിക്കും. അവരുടെ പേരാണ് ശുഭായി. അപ്പോൾ നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടുത്തെ തലൈവി ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള പെൺകുട്ടി പറയുന്നുണ്ട് തലൈവി അല്ല, ഇവർ ഇവിടുത്തെ സീനിയർ ആണ്, അപ്പൊ അതേപോലെ ബഹുമാനത്തോടെ പെരുമാറണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്തിന് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 പേർക്കും 2 റൂമായിട്ട് തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇവര് അവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ പറയുന്നുണ്ട് എന്താണ് നമ്മളെല്ലാവരും കൂടി ഒരു റൂമിൽ തന്നെ കുറെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്, ഇവർക്ക് മാത്രം എന്താണ് ഒരു രണ്ടുപേര് വെച്ചിട്ട് 2 റൂം കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അവരെ ചീത്ത പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. നമ്മുടെ ലിങ്ഷയ്ക്കും മാംഗളിക്കും വേണ്ടിയിട്ട് ഒരു റൂം, അതുപോലെ നമ്മുടെ ടിയാനും വേറൊരു ആളെയും കൂടി ഒരുമിച്ച് കിടത്തിയിട്ടാണ് കേട്ടോ വേറെ റൂം കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ടിയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാവും, അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പയ്യനെ ഇങ്ങനെ ടിയാനെയും കൂട്ടി പോകുന്നുണ്ട്. നമ്മുടെ ലിങ്ഷ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ നല്ല റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാഗ്ലി ആണെങ്കിൽ ഡീസെന്റ് ആയിട്ട് അകത്ത് കയറി, കാരണം ആ ഒരു സീനിയർ കൂടെ ഉണ്ടാവുമല്ലോ. സീനിയർ പറയുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ റൂം, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിഫോമും നമ്മൾ കൊടുത്തയക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അതുപോലെ പറയുന്നുണ്ട് നാളെയാണ് നിങ്ങൾക്ക് സെലക്ഷൻ, അപ്പം നിങ്ങൾ അതിന് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ഓരോന്ന് കമന്റ് ഒക്കെ അടിക്കുന്നുണ്ട്. അടുത്ത സൈഡിൽ കാണുന്നത് നമ്മുടെ ടിയാനാണ്. ടിയാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഒരു റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ടിയാന്റെ കൂടെ നിൽക്കുന്ന പയ്യനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും കേട്ടോ. ആ പയ്യനാണെങ്കിൽ ഇവന്റെ ബെഡ്ഷീറ്റ് ഒക്കെ കൈമാറുന്നിട്ട് പറയുന്നുണ്ട് ഇവിടെയൊന്നും എന്താ വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ കാട്ടുവാസി ആയിരിക്കുമല്ലോ, കാട്ടിലൊക്കെ വളർന്നുകൊണ്ട് തന്നെ അവൻ ആ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് അയാൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും തലവേദന എടുക്കുന്ന പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം പോലെ അവിടെ ഒരു വല കെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് നീയും വരാൻ പാടില്ല, ഞാനും വരത്തില്ല, അതേപോലെ ഇവിടെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, എനിക്കത് ഇഷ്ടമല്ല, പിന്നെ എന്റെ സാധനങ്ങളൊന്നും നീ തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനെ മനസ്സിലായി ഇവൻ എത്ര സ്ട്രിക്റ്റ് ആണോ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടിയാൻ ഓക്കെ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ടിയാൻ അവന്റെ അച്ഛന്റെ നിലവ് പലക വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. ആ സമയത്ത് നമ്മുടെ സീങ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ സീനെ കാണുമ്പോൾ നമ്മുടെ ടിയാൻ സീങ് നിങ്ങൾ ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീ ഇങ്ങനെ അച്ഛൻ്റെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് അച്ഛ ഇതാണ് സീങ്, ഇതും നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ സീങ്ങിനോട് ടിയാൻ പറയുന്നുണ്ട് ഇതിൻ്റെ അച്ഛനാണ്, അച്ഛനോട് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ സീങ് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ നിലവ് പലക ആരും കാണാൻ പാടില്ല, അത് കാണാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം, അതേപോലെ തന്നെ നിന്റെ അച്ഛൻ്റെ മഹത്വങ്ങളൊന്നും നീ ആരോടും പറഞ്ഞ് നടക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് പോയതിനു ശേഷമുള്ള കുറച്ച് ആൾക്കാർക്കും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടിയാൻ ഓക്കെ ഞാനിത് സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശുഭാനി ആയിരിക്കട്ടെ. ശുഭാനി ഇങ്ങനെ തിളച്ചിട്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് തന്നെ അവിടെ നമ്മുടെ സുയാവ് വരുന്നുണ്ട്. പക്ഷേ അവൻ്റെ കണ്ണിലത് സൂയായിട്ടായിട്ട് തോന്നുന്നത്, കാരണം നമ്മുടെ ടിയാൻ്റെ അമ്മയായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവാം. അപ്പോൾ നമ്മുടെ ഈ ശുഭാനിനെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും സൂയു ആണെന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും സുയാവായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും പക്ഷേ നീ ആണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സുയാവ് എന്നെ ചോദിക്കുന്നത് എന്താ നീ സൂയു ആണെന്ന് കരുതി, അവൾ മരിച്ചിട്ട് കുറേ നാളുകളായി, ആൾ ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ എന്നെ പറയും കേട്ടോ. ആ സമയത്തിന് നമ്മുടെ ശുവാന്റെ കയ്യിലുള്ള ഒരു ജേഡെ ജലിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഈ ഒരു ജേഡെ നമ്മുടെ സൂയു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അത് ജ്വലിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ സൂയു ജീവിച്ചിരിക്കണം, അതും അല്ലെങ്കിൽ വാങ്ഷു വാള് ഉണ്ടായിരിക്കണം. പക്ഷേ സൂയു അല്ലെങ്കിൽ വാങ്ഷു വാള് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ സുയാവ് ഇങ്ങനെ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല, ഒരു പയ്യൻ ഇവിടെ ഉണ്ട്, പക്ഷെ ആ പയ്യന്റെ കയ്യിൽ വാങ്ഷു വാൾ ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശുവാനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവന് ആ ഒരു ഐസ് ഉള്ള സംഭവം ഉടച്ചിട്ട് അവന്റെ കയ്യിലുള്ള മന്ത്രം ഉപയോഗിച്ചിട്ട് എൻ്റെ കഴുത്തിലൊന്ന് ഇരിക്കാൻ നോക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശുവാൻ എന്നെ പറയുന്നുണ്ട് നീ സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ സുയാവ് എന്നെ പറയുന്നുണ്ട് എനിക്കറിയില്ല, വന്നിരിക്കുന്ന നമ്മുടെ സൂയുവിൻ്റെ പയ്യനാണ്, സൂയുവിൻ്റെ പയ്യൻ്റെ കയ്യിലാണ് ആ ഒരു വാളുള്ളത്, അവനാണ് അതിൻ്റെ ഓണർന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശുവാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം എന്താണ് നമ്മുടെ ശുവാനെ നമ്മുടെ സൂയുവിനെ എന്തോ ഒരു ഇഷ്ടമുള്ള പോലെ, ചെറുപ്പത്തിൽ എന്തോ അവർ തമ്മിലെന്തോ റിലേഷൻ ഉള്ള പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവക്കും ഒരു കുട്ടിയോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ.
ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സുയാവിന് അവനോട് പറയുന്നത് നീ ദേഷ്യപ്പെട്ടാൽ ചീത്ത ശക്തിയെല്ലാം നിന്റെ ശരീരത്തിലേക്ക് കയറും, അതുകൊണ്ട് നീ ദേഷ്യപ്പെടല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുയാവിൻ്റെ കയ്യിലുള്ള എനർജി ഉപയോഗിച്ചിട്ട് അവനെ ദേഷ്യം കുറയ്ക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അടുത്ത സൈഡിൽ കാണിക്കുന്നത് നമ്മുടെ മാഗ്ലിൻ്റെ ലിങ്ഷനെയാണ് കേട്ടോ. ലിങ്ഷയാണെന്നുണ്ടെങ്കിൽ മാസ്ക് മാനെ കാണാൻ വേണ്ടിയിട്ട് ഇവരായിരിക്കും. അപ്പോൾ മാസ്ക് മാൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മാഗ്ലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ലിങ്ഷ ഇങ്ങനെ പറയുന്നുണ്ട്, എടാ നീ തന്ന മരുന്ന് എനിക്ക് ഉടമ്പ് വയ്യാതായപ്പോഴത്തേക്കും എനിക്കത് മരുന്ന് കഴിക്കേണ്ടി വന്നു, എനിക്ക് വേറെ ഒരു മരുന്ന് സംഘടിപ്പിച്ച് എൻ്റെ കസിനെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാസ്കോൻ പറയുന്നുണ്ട് ഓക്കെ ഞാനത് സംഘടിപ്പിച്ച് തരാം, അതേപോലെ തന്നെ നിൻ്റെ കയ്യിലുള്ള വാള് ഇവിടെ ഒരു സീനിയർ വരും, അപ്പോൾ ആ സീനിയറിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം എന്നൊക്കെ എന്നെ ലിങ്ഷനോട് പറഞ്ഞിട്ട് മാസ്ക് മാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്ഷ ആണെന്നുള്ള ഓക്കെ പറയുന്നുണ്ട്. അടുത്ത സൈഡിൽ കാണിക്കുന്ന നമ്മുടെ മാഗ്ലി, ടിയാൻ, ലിങ്ഷ അവർ മൂന്നാളോട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ആ ഒരു സെലക്ഷനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയുന്നുണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ നേരിടും, 19 വർഷം മുന്നേ ഇവിടെ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആവും നമ്മൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത് കാണിക്കുന്നത് സെലക്ഷൻ ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ എല്ലാവരും ഇങ്ങനെ കയറി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ധരിച്ചിരിക്കുന്ന ഒരേ യൂണിഫോം ആയിരിക്കും കേട്ടോ. അപ്പം ഇവരെന്തായാലും ഓൾറെഡി സെലക്ഷൻ ആയതുപോലെ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സുയാവ് ആയിരിക്കും കേട്ടോ ലീഡർ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ സുയാവിനെ അറിയാം നമ്മുടെ ടിയാനെ ഷെഡിൽ ഒരുപാട് പവർ ഉള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ മൂന്നാളുടെ മാത്രം എനർജി പവർ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് ഇവരുടെ ഷെഡിൽ എത്രമാത്രം പവർ ഉണ്ടെന്ന് നോക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും എന്താണ് ടിയാൻ്റെ ഷെഡിലാണെങ്കിൽ ഒരുപാട് പവർ ഇങ്ങനെ വരുന്ന കാണുന്നുണ്ടാവും. ആ സമയത്ത് നമ്മുടെ സുയാവിൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ, ഇവനെന്താ ഇത്ര പവർ, ഇവൻ എവിടെ നിന്നാണ് ഇത്ര പവർ വരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കുന്നുണ്ട് എന്താ മാഡം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഇല്ല, നിങ്ങൾ മൂന്നാളും ഓൾറെഡി ബ്ലെസ്ഡ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് പവറൊക്കെ ഉണ്ട്, അത് എനിക്ക് പഠിച്ചെടുക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരാളിങ്ങനെ പറന്നു വരുന്നുണ്ട് കേട്ടോ. ആ വെള്ളം മുടിക്കാറുണ്ടാവില്ലേ ചൊങ്കെ, ആളായിരിക്കട്ടെ പറന്നു വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ ഇതോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻസ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.